നെല്ല് സംഭരണത്തിന് സഹകരണ കാർഷിക കേന്ദ്രീകൃത ബദലുമായി സംസ്ഥാന സർക്കാർ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ദ്വിതല സംഭരണ മാതൃക നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. വരുന്ന സീസണിൽ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ ബദൽ മാർഗം കൊണ്ടുവരുന്നതോടെ കർഷകർക്ക് ഏറെ ആശ്വാസം പകരുകയാണ്. സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദലുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ദ്വിതല സംഭരണ മാതൃക നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. വരുന്ന സീസണിൽ തന്നെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരും. സഹകരണ സംഘങ്ങൾ വഴി അതാത് പ്രദേശങ്ങളിലെ നെല്ല് സംഭരിക്കും. നോഡൽ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ള മില്ലുകളിലോ വാടകയ്ക്കെടുക്കുന്ന മില്ലുകളിലോ സ്വകാര്യ മില്ലുകൾ വഴിയോ നെല്ല് സംഭരണം നടത്തും. നെല്ല് സംഭരണത്തിൻ്റെ നോഡൽ ഏജൻസി സപ്ലൈകോ ആയിരിക്കും. മിച്ച ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം നെല്ല് സംഭരണത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സഹകരണ സംഘങ്ങൾക്കായി കേരള ബാങ്കിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായ വായ്പാ പദ്ധതി രൂപീകരിക്കും. നോഡൽ സഹകരണ സംഘങ്ങൾ ആവശ്യമായി വരുന്ന പ്രവർത്തന മൂലധന വായ്പ കേരള ബാങ്ക് വഴി നൽകും. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് സഹകരണ വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, കൃഷി വകുപ്പ്, പാടശേഖര സമിതികൾ തുടങ്ങിയ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ജില്ലാതല ഏകോപന സമിതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കും. നെല്ല് സംഭരണം, തുക വിതരണം എന്നിവയുടെ നിരീക്ഷണത്തിന് ഡിജിറ്റൽ പോർട്ടൽ സംവിധാനവും ഏർപ്പെടുത്തും. സംഭരണ സമയത്ത് തന്നെ കർഷകർക്ക് നെല്ലിൻ്റെ സംഭരണ തുക ലഭ്യമാകും. ഭാവിയിൽ സഹകരണ ബ്രാൻഡിങ്ങിലൂടെ വിലസ്ഥിരതയും മൂല്യവർദ്ധനവും ഉറപ്പാക്കാനാകും. കേരളത്തിൻ്റെ സ്വന്തം അരി കേരള റൈസ് പുറത്തിറക്കാനുള്ള സാധ്യത കൂടിയാണ് ഈ മാതൃക മുന്നോട്ട് വെക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.